എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നവർക്കുമൊക്കെ റാഗി നല്ലതാണ്. അപ്പോൾ ഇന്ന് റാഗി കൊണ്ടാണ്, റാഗി, മുത്താറി, പഞ്ഞപ്പുല്ലെന്നൊക്കെ പറയുകയല്ലേ. അപ്പം അതുപോലെ നമ്മുടെ കുറുമ്പുല്ല് പൊടി കൊണ്ട് നമുക്ക് ഒരു സ്മൂത്തി ഉണ്ടാക്കിയാലോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഈ ജോലിക്കൊക്കെ പോകുന്നവർക്കും ബാച്ചിലേഴ്സിനും പിന്നെ ഈ രക്തത്തിൽ HBയുടെ അളവ് കുറവുള്ളവർക്കും ഒക്കെ പെട്ടെന്ന് HB കൂടുകയും ചെയ്യും. എന്നാൽ രാവിലത്തെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് താനും. വെയിറ്റ് ലോസുകാർക്കും ഒക്കെ നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ റാഗി സ്മൂത്തി ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കേ ഒരു സ്മൂത്തി ഉണ്ടാക്കാവേ. ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഞാൻ കഴിച്ചിട്ട് പോകുന്ന ഒരു സ്മൂത്തിയാണ് എന്നും ഇത്. ഞാൻ വേറെ ഒന്നും കഴിക്കാറില്ല. രാവിലെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കുറുമ്പുല്ലാണ്, റാഗിപ്പൊടി. അപ്പം ഞാനൊരു 2 സ്പൂണ് റാഗിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് എടുക്കാം ഇതിനകത്തോട്ട്. ഞാനിത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ അരിച്ചില്ലെങ്കിൽ ഇതിനകത്ത് അപ്പടി ഉമ്മി അതിൻ്റെ തവിടുണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ആ ഉമ്മി മേളിൽ വരും. ഞാൻ അരിച്ചെടുത്തുകൊണ്ടിരാവേ. ഇത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തില്ല നമുക്കിത് ഈ ഉമ്മി ഒരു ഇതാണ്, എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് വെച്ച് ഞാനിങ്ങനെ ഇതേ അരിച്ചെടുക്കുവാണ് ഇതിനകത്തോട്ട്. ഇത് വെയിറ്റ് ലോസിനും നമുക്ക് ഈ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ളവർക്കും ഒക്കെ നല്ലതാണ്. അത് തന്നെയല്ല, രാവിലെ ഇതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ സ്കൂളിലോ അല്ല ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊട്ട് വിശപ്പ് ഉണ്ടാവുകയില്ല. നമുക്ക് എങ്ങനെയാണെങ്കിലും ഞാനിത് കഴിച്ചിട്ട് പോയാൽ ഞാൻ 12:30 ചോറിനൊന്നോടം വരെ എനിക്ക് വിശക്കുകയില്ല. നല്ലൊരു എനർജി ആയിട്ട് നമ്മൾ നിൽക്കുകയും ചെയ്യും. ഇത് നമ്മൾ അരിച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഇങ്ങനെ ആ വെള്ളം നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറി ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് ഊറി വരും. അപ്പോൾ ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാവേ. നമുക്ക് വേണ്ടുന്ന വേറെ പ്രത്യേകിച്ച് നമ്മളിതിനകത്ത് നട്ട്സോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. നമ്മളിതിനകത്തൊരു റോബസ്റ്റ പഴവും നമ്മുടെ ഈ റാഗി 1 സ്പൂണ് ശർക്കരയും കൂടെ മാത്രമാണ് നമ്മൾ ചേർത്താണ് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തിയാണ്, എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റും ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. വെള്ളം നമുക്ക് ഒന്ന് കുറച്ചൊന്ന് ഊറ്റിക്കളയാവേ. കുറച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരി ഊറ്റിക്കളയണം. നമ്മളാകെ 2 സ്പൂണേ ചേർത്ത് നമ്മൾ 1 ഗ്ലാസ് ഉള്ളതിനെ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഇത്രയും മതി. അപ്പം ഇതിവിടെ വെച്ചിട്ട് ബാക്കി വെള്ളം നമുക്ക് കളഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഊറിയ റാഗി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ. ഇതുണ്ടോ, അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതിനകത്തോട്ട് ഞാനിതുപോലെ ശർക്കര ഉരുക്കി എപ്പോഴും പാനിയാക്കി വെച്ചിരിക്കുവേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 1 സ്പൂണ് ശർക്കരയും കൂടെ ചേർത്ത്. ശർക്കര ചേർക്കണമെന്നില്ല. ഇപ്പോൾ തേനൊക്കെ വേണ്ടിയവർക്ക് വേണമെങ്കിൽ 1 സ്പൂണ് തേൻ ചേർക്കാം. നമ്മുടെ പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ 1 സ്പൂണ് ചേർക്കുന്നു. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാവേ. ചെറു തീയെ വെച്ചേച്ച് വേണം നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാൻ. എന്താ പെട്ടെന്ന് അതങ്ങ് വെന്ത് പോകും. നമ്മുടെ റാഗി നന്നായിട്ട് വേകണേ. ഇനി നമുക്കതിനകത്തോട്ട് 1 പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിപ്പോൾ 2 ഗ്ലാസ്സൊക്കെ വേണം. ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മൾ ആ റാഗിപ്പൊടിയുടെ അളവിന് സ്പൂണിൻ്റെ അളവിന് കൂട്ടിയെടുത്താൽ മതി. ഞാനിതിപ്പോൾ 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നമ്മളത് അരിച്ച് ഒക്കെ ആക്കി എടുത്തപ്പോഴാണ് നമുക്ക് ഇത്രയും കിട്ടിയിരിക്കുന്നത്. നമുക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. ഒരാൾക്ക് 1 ഗ്ലാസ്സൊക്കെ 1 ഗ്ലാസ് ധാരാളം മതി കേട്ടോ. നല്ല രാവിലെ 1 ഗ്ലാസ് എല്ലാ ദിവസവും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റിനാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ വെയിറ്റ് ലോസും ആകും. നമ്മൾ പിന്നെ ഈ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ വണ്ണം കുറച്ച് പോവുകയും വേണ്ട. പക്ഷേ അതൊക്കെ ഒത്തിരി ആരോഗ്യ പ്രശ്നം വരില്ല. പക്ഷേ ഇതുപോലെ ഒന്ന് കഴിച്ചാൽ രാവിലെ ഈ അപ്പവും ചപ്പാത്തിയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഉണ്ടാക്കി കഴിച്ചാൽ അത് റാഗി കൊണ്ട് ഇതേപ്പോൾ ഇതുണ്ട് നമ്മുടെ ഇതുണ്ട് റാഗി നന്നായിട്ട് വെന്തു നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കിനി ഇപ്പോൾ ഇതൊന്ന് എടുത്ത് തണുക്കാൻ വെക്കാം.
നമ്മുടെ റാഗി നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന സ്മൂത്തിക്കുള്ള റാഗി തണുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിനകത്തേക്കൊന്ന് ഇടുവാണേ. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് പഴം ഇടുന്നതുകൊണ്ട് നമ്മൾ റോസ്റ്റാപ്പഴമാണ് ചേർക്കുന്നത്, വേറെ ഒരു പഴമല്ല, റോസ്റ്റാപ്പഴമാണ്. നമ്മുടെ കയ്യിൽ ഏത് പഴമാണെങ്കിലും നമുക്കത് ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴമൊന്നും ചേർക്കരുത്, അതൊക്കെ വെയിറ്റ് കൂട്ടും. അപ്പോൾ റോസ്റ്റാപ്പഴം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു പഴവും കൂടെ മുറിച്ചിടാവേ. ഞാനൊരു ഒരുമാതിരി മുഴുത്ത ഒരു റോസ്റ്റാപ്പഴമായിട്ട് എടുത്തിരിക്കുന്നത്, നല്ലപോലെ പഴുത്ത റോസ്റ്റാപ്പഴമാണ്. ഇപ്പോൾ പഴത്തിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടിയിടാം, കുറച്ചിടാം, ഇതൊക്കെ ചെയ്തപ്പോൾ ഒരു റോസ്റ്റാപ്പഴം ഞാൻ എടുത്തതേ ഉള്ളത് വെച്ചിരുന്ന, പിന്നെ അതൊന്നിനും കൊള്ളുകയില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് എടുത്ത് വെച്ചത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആകെപ്പാടെ നമ്മൾ ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇത്രയേ ഉള്ളൂ: റാഗി, നമ്മുടെ പഴവും, ഒരു സ്പൂൺ ശർക്കരപ്പാനി. അപ്പോൾ ഇത് അങ്ങനെ നിമിഷ നേരം കൊണ്ട് നമ്മുടെ റാഗി സ്മൂത്ത് റെഡിയായത്. അങ്ങനെ നമ്മുടെ റാഗി നമ്മൾ കറക്റ്റായിട്ട് ഒറ്റ ഗ്ലാസ്സേ ഞാൻ ഉണ്ടാക്കിയുള്ളായിരുന്നു. ആ ഒരു ഗ്ലാസ് അതിനകത്തോട്ട് ഒഴിച്ചു. അപ്പം രാവിലെ ജോലിക്ക് പോകുന്നവരും പെട്ടെന്ന് ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുമൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ വെയിറ്റ് ലോസ് നോക്കുന്നവർക്കൊക്കെ എപ്പോഴും നല്ലതാണ്. നമ്മളിതിനകത്ത് മധുരമൊന്നും ആഡ് ചെയ്യും. നമുക്ക് പിന്നെ ശർക്കര വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പകരം നമുക്ക് ഇച്ചിരി തേനോ അല്ലെങ്കിൽ ഈ പഴത്തിൻ്റെ മധുരം മാത്രമുള്ള നല്ല മധുരമുള്ള പഴമാണെങ്കിൽ അത് മാത്രം മതി. ഞാൻ എപ്പോഴും എനിക്ക് ഈ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവായതുകൊണ്ട് ഞാൻ ഇച്ചിരി റാഗിക്കകത്ത് ഇച്ചിരി ശർക്കരയും കൂടി ഇട്ടാണ് എപ്പോഴും ഞാനിങ്ങനെ കുറുക്കി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.